ഇനി എന്താണ് ഇതിനൊക്കെയുള്ള പരിഹാരം? യഥാർത്ഥത്തിലുള്ള പരിഹാരം നിങ്ങൾക്കറിയാം, ദഅവ വർക്ക്ഷോപ്പുകൾ എന്ന് പറഞ്ഞിട്ട് കലാപരിപാടി നടക്കുന്നുണ്ട്. അത് കൂടുതൽ നടത്തുന്നത് സലഫികളാണ്, വഹാബികളാണ്. എന്താ ദഅവ വർക്ക്ഷോപ്പ്? പല കാറ്റഗറി ആയിട്ടുള്ള കുട്ടികളെ അവർ സംഘടിപ്പിച്ചിട്ട് അവിടെ ഇപ്പം ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹൈസ്കൂളിൽ വരുന്ന കുട്ടികളുടെ മനോനില അനുസരിച്ച് ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനുള്ള സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, കോളേജ് ക്യാമ്പസിൽ പോകുന്ന കുട്ടികൾക്ക് അവിടെ ദഅവത്ത് നടത്താൻ വേണ്ടി കുട്ടികളെ പരിശീലിപ്പിച്ചു വിടുന്ന കേന്ദ്രങ്ങൾ, ദഅവത്തിന് വേണ്ടി പുറത്തിറങ്ങി പണിയെടുക്കുന്നതിന് വേണ്ടി ആളുകളെ പരിശീലിപ്പിക്കുന്ന ദഅവ കോളേജുകൾ, ഇത് ഒരു കാലത്ത് വഹാബികളുടെ കുത്തകയായിരുന്നെങ്കിൽ ഇന്ന് ദഅവ കോളേജ് സുന്നികളും തുടങ്ങിയിട്ടുണ്ട്. എപികൾക്കും ഈക്കകൾക്കും ദഅവ കോളേജുകളുണ്ട്. മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു എങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണക്കാർ ഈ ദഅവ കോളേജുകാരായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് ഭയം തോന്നുന്നവരെയോ ഫോബിയ എന്ന രാഷ്ട്രീയ ടൂൾ ഉപയോഗിക്കുന്നവരെയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഇസ്ലാമിന് തടി സലാമത്താക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഇതിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം? പ്രശ്നം മാത്രം പറഞ്ഞാൽ പോരല്ലോ, പരിഹാരം, യഥാർത്ഥ പരിഹാരം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ രാഷ്ട്രീയ ഇസ്ലാമോഫോബിയക്കുള്ള പരിഹാരം രാഷ്ട്രീയമായിട്ടുള്ള നമ്മൾ വിവേചനത്തോടു കൂടി പെരുമാറുക, ആ ഫോബിയകളെയും ഭയത്തെയും പ്രശ്നങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനും വോട്ട് ബാങ്കുകൾ ധ്രുവീകരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രൊപ്പഗാൻഡകളെ, അജണ്ടകളെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാവുക. നമ്മൾക്കൊരു വിശ്വാസം ഉള്ളതിൻ്റെയോ ഇല്ലാത്തതിൻ്റെയോ പേരിൽ ഒരു മനുഷ്യനോടോ ഒരു സമൂഹത്തോടോ ഒരു വിഭാഗത്തോടോ വെറുപ്പ് നമ്മുടെ മനസ്സിലില്ലാതിരിക്കുക, നമ്മുടെ നിലപാടുകൾ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിലാവാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമോഫോബിയക്കുള്ള പരിഹാരമായി. പക്ഷെ ഞാൻ അവസാനം പറഞ്ഞ ഈ ഫോബിയയ്ക്കും ഈ ഫിയറിനുമുള്ള പരിഹാരം അതുകൊണ്ട് തീരുന്നതല്ല. അതിൻ്റെ പരിഹാരം, അതാണ് ഞാൻ പറഞ്ഞത്, പ്രശ്നത്തിൻ്റെ പരിഹാരം, പ്രശ്നത്തിൻ്റെ ഉറവിടം ഇസ്ലാമാണ്, പ്രശ്നത്തിൻ്റെ പരിഹാരവും ഇസ്ലാമിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. എന്താണ് യഥാർത്ഥ പരിഹാരം? അതുകൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, എൻ്റെ പരിഹാരം വരെ, ഇത് നിങ്ങൾ ഒരു ഇസ്ലാമിക വിഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ്, നിങ്ങൾ ഇസ്ലാമിനെ ഒരു നേർത്ത ഇസ്ലാമായിട്ടോ അല്ലെങ്കിൽ ഒരു മാനവിക ഇസ്ലാമായിട്ടോ വ്യാഖ്യാനിക്കുന്ന ആളുകളായിരിക്കാം. ഞാൻ എൻ്റെ പരിഹാരം പറയാം. എല്ലാ മതങ്ങളും അവരുടെ മതഗ്രന്ഥങ്ങളും എല്ലാം കാലഹരണപ്പെട്ട ഒരു രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു എന്ന് മനസ്സിലാക്കുക. എല്ലാ മതങ്ങളും, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, എല്ലാ വേദങ്ങളും മനുഷ്യനിർമ്മിതമാണ് എന്നും എല്ലാ പ്രവാചകന്മാരും സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാരാണെന്നും എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യനിർമ്മിതമാണ് എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് എൻ്റെ പരിഹാരം. മതമുക്തമായ ഒരു ചിന്തയിൽ മനുഷ്യരാണ് എന്ന നമ്മളെ ചിന്ത വളർത്തുകയും മാനവികത നമ്മുടെ മതമായി സ്വീകരിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഈ തരം പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം. എൻ്റെ പരിഹാരം അതാണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വീകാര്യമായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അള്ളാഹു എന്ന ദൈവത്തിലും മുഹമ്മദ് എന്ന പ്രവാചകനിലും ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിലും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമോഫോബിയ പരിഹരിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതിനെന്താ പരിഹാരം? ആ പരിഹാരം എന്ന് പറയുന്നത് ചേകനൂർ മൗലവി ഉയർത്തിയ ഒരാശയധാര മാത്രമാണ്. മതത്തെ കാലികമായി, മാനുഷികമായി, നിങ്ങൾക്ക് ഭയം കൊണ്ടോ മരണഭയം കൊണ്ടോ നരകഭയം കൊണ്ടോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന എല്ലാ കാലത്തേക്കുമുള്ള എന്തായെന്ന് പറയാം ആത്യന്തിക നീതി നടപ്പിലാക്കുന്ന ഒരു മഹാമഹിഷറയോ സ്വപ്നം കണ്ട് അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നൊരവസ്ഥയുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഏക മാർഗം ചേകനൂർ മൗലവി വെട്ടിത്തന്ന വഴിയിൽ നിങ്ങളുടേതായ വഴികൾ വെട്ടുക എന്നത് മാത്രമാണ്. അവിടെ ചേകനൂർ മൗലവി ഒരിക്കലും, ഇപ്പം നമ്മൾ ചേകനൂർ മൗലവി അനുസ്മരിക്കുന്ന സദസ്സിൽ ഇസ്ലാമോഫോബിയ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ എത്ര തമാശയായിട്ട് നോക്കണം എന്ന് ആലോചിക്കുക. കാരണം ഇസ്ലാമിനാൽ കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഓർമ്മ ദിനത്തിൽ മുസ്ലിങ്ങൾ നേരിടുന്ന ഇസ്ലാമോഫോബിയ ചർച്ച ചെയ്യേണ്ടി വരിക. മുസ്ലിങ്ങളാൽ ഇല്ലാതാക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഓർമ്മ ദിനത്തിൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഇസ്ലാമോഫോബിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. എന്നിരിക്കലും അദ്ദേഹം സ്വീകരിച്ച ഒരു രീതിശാസ്ത്രം എന്താണ്? മാനവിക വിരുദ്ധമായ ഖുർആനിക നിയമങ്ങളെയും വ്യാഖ്യാനങ്ങളെയും അതിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങളെയും സമ്പൂർണ്ണമായിട്ട് നിരാകരിച്ചു.
ഒരിക്കലും നിരാകരിക്കാൻ കഴിയാത്തത് ആയതുകൊണ്ട് ഖുർആനെ മുറുകെ പിടിക്കുകയും എന്നാൽ ആ ഖുർആനിലെ നേരർത്ഥങ്ങൾക്ക് വിപരീതമായി മാനുഷികമായ ആധുനികമായ നവീനമായ വ്യാഖ്യാനങ്ങൾ ഖുർആൻ വചനങ്ങൾക്ക് ചമച്ചു. നിങ്ങൾക്ക് ഖുർആൻ ഒഴിവാക്കാൻ പറ്റില്ലേ? ഖുർആനെ നവീകരിക്കുക, അതിൻ്റെ ആശയങ്ങളെ നവീകരിക്കുക, അതിൽ നിന്നുണ്ടാക്കിയെടുത്ത നിയമങ്ങളെ തോട്ടിൽ കളയുക, ഇന്നത്തെ കാലത്തിന് യോജിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുക. കാരണം ഖുർആനിനെ കയ്യിൽ പിടിച്ച് ഖുർആനികമായി പ്രബോധനം നടത്തുന്നു എന്ന പേരിൽ പ്രസംഗിച്ച് നടന്ന ഒരാളെയാണ് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ, വർഗീയവാദികൾ ഇല്ലാതാക്കിയത്. മൗലവിയെ കൊലപ്പെടുത്തിയത് അമുസ്ലിങ്ങളല്ലല്ലോ, ഇസ്ലാമോഫോബിയ കയറിയ ഒരു മുസ്ലിം വിരുദ്ധനല്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രമാണ് അതിലുള്ള പരിഹാരം എന്ന് പറയുന്നു. പിന്നെ മൗലവി പറഞ്ഞൊരു കാര്യം, ഞാനത് പറയാൻ വെച്ച കാര്യം പറഞ്ഞിട്ട് തന്നെ പോകാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചേകനൂറിൻ്റെ ഗതി വരും എന്ന്. അപ്പം ചേകനൂറിൻ്റെ ഗതി എന്താ ഈ ഭീഷണിയുടെ അർത്ഥം? ഇസ്ലാമിനെ കുറിച്ചും ഉണ്ടാകാൻ നിൽക്കണ്ട അല്ലേ? ഞങ്ങൾ മദ്രസയിൽ പഠിപ്പിച്ചത് മാത്രം ആലോചിച്ചാൽ മതി, ഉസ്താദ് പറഞ്ഞതനുസരിച്ചോ, ഇത് വലിയ വർത്താനൊന്നും പറയണ്ട, ഇതല്ലേ എൻ്റെ അർത്ഥം. ആ ഭീഷണിയാണ് ഇവർ ഇതുവഴി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇത് ഇസ്ലാമിനെ കുറിച്ച് ലോകത്തിന് സാമാന്യ ബോധമുള്ളവന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഞങ്ങളെ മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിമർശിക്കാനൊന്നും പറ്റുന്ന സാധനമൊന്നും അല്ല എന്നല്ലേ? ഞങ്ങൾ ചർച്ചയ്ക്കൊന്നും തയ്യാറല്ല, ഞങ്ങൾ സംവാദത്തിനൊന്നും വരില്ല, ഞങ്ങൾ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ ഇരുന്നുള്ള കസർത്തേ ഉള്ളൂ എന്നല്ലേ? അല്ലേ? ഞങ്ങൾ പള്ളി മിമ്പറിൽ നിന്ന് ഇറങ്ങൂല, ഞങ്ങൾ സംവാദത്തിന് വരൂല, പക്ഷെ ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. അതല്ലേ വരെ നിലപാട്? അതല്ലേ ഇസ്ലാമിനെ കുറിച്ച് ആധുനിക കാലത്തിൻ്റെ ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള ഒരു ആശയ സമ്പാദന മാർഗം എന്ന രീതിയിൽ സംവാദങ്ങൾ ഇവർ ഭയപ്പെടുന്നു, ചോദ്യങ്ങളെ ഭയപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ഇതിനൊന്നും വഴിപ്പെടാതെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ കാണാണ്ടായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടതും വലതും ഛേദിക്കപ്പെട്ടേക്കാം എന്ന ഖുർആൻ വചനം ഒളിഞ്ഞും തെളിഞ്ഞും ഓതിത്തരും നമുക്ക് ഇല്ലേ? അതാണ് ചേകനൂറിൻ്റെ ഗതി വരും എന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ചേകനൂരിൻ്റെ ഘാതകരും ആ ഘാതകരം അവരുടെ മനോഭാവത്തെ പിന്തുണക്കുന്നവരുമാണ് ഇസ്ലാമോഫോബിയയുടെ പ്രചാരകർ എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ ബാഹ്യശത്രുക്കൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഇനി ഇതിന് പരിഹാരം രണ്ട് രീതിയിലാണ് ഞാൻ പറഞ്ഞു. എൻ്റെ പരിഹാരം ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വീകാര്യമായിരിക്കില്ല. രാഷ്ട്രീയ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ നരേഷനെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കുക, തീവ്രവാദത്തെയും അസഹിഷ്ണുതയെയും ആശയപരമായി തോൽപ്പിക്കുക, ആത്മവിമർശനത്തെ, സ്വയം വിമർശനത്തെ പ്രോത്സാഹിപ്പിക്കുക, മാനവികതയിലൂന്നിയ ജനാധിപത്യപരമായി മതത്തെ കാലികമായി വ്യാഖ്യാനിച്ച് സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകൾ പരിഷ്കരിക്കുക, അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും നിർഭയമായി ജീവിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം കൊടുക്കേണ്ട ബാധ്യത ഇസ്ലാം ലോകത്ത് സമാധാനമുണ്ടാക്കുന്ന പ്രത്യയശാസ്ത്രമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന ചുമലിൽ മാത്രമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പം നിങ്ങൾ ഇസ്ലാമിൻ്റെ അവസ്ഥ അനുസരിച്ച് അവരിങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും നമ്മളിങ്ങനെ ഭയന്നുകൊണ്ടേയിരിക്കുകയും ഭയപ്പെടുന്ന മനുഷ്യരെ നോക്കിതാ ഇസ്ലാമോഫോബിക്കാണ് എന്ന് ആക്രോശിക്കുകയും അതുപോലെ ഇസ്ലാമോഫോബിയ എന്ന് വിലപിച്ചതുകൊണ്ടും ഒരു കാര്യമില്ല. അപ്പോൾ അവസാനമായിട്ട് ഒരു എക്സ് മുസ്ലിം എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതാശയ സംഹിതയും ഏത് മതവും ഏത് പ്രത്യയശാസ്ത്രവും നിശിതമായ വിമർശനങ്ങൾക്ക് നിരന്തരം വിധേയമാകുന്നിടത്ത് മാത്രമാണ് ജനാധിപത്യം പുലരുകയുള്ളൂ, അല്ലെങ്കിൽ അത് നിലനിൽക്കുകയുള്ളൂ എന്നാണ്. ചേകനൂർ ഉയർത്തിപ്പിടിച്ചത് ആ നിർഭയത്വത്തിൻ്റെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ദൃഢനിശ്ചയമായിരുന്നു എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയണം. ആ സംവാദത്തിൻ്റെ രാഷ്ട്രീയം സംഘടിതമായ മതപൗരോഹിത്യത്തിന് നേരെ ഒറ്റയാനായി തിരിഞ്ഞു നിന്ന് ഖുർആൻ ഉയർത്തിപ്പിടിച്ച് വെല്ലുവിളി നടത്തിയ ചേകനൂരിൻ്റെ ആ ഒരു സംവാദത്തിൻ്റെ ഒരു ആത്മവിശ്വാസം അത് ഉയർത്തിക്കൊണ്ടുവരാൻ മുസ്ലിം സമൂഹത്തിനകത്തും പുറത്തുമുള്ളവർ തയ്യാറാവണം. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഒരിക്കലും എനിക്ക് ചേകനൂരിൻ്റെ ഗതി ഉണ്ടാവും എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ഒരു ഭയമായിട്ടല്ല ഞങ്ങളിലൊന്നും പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഒരു ഭീഷണിയായിട്ടല്ല.
ചിന്തയുടെയും ധൈര്യത്തിൻ്റെയും പ്രകാശമായി വരും തലമുറകൾക്ക് മുന്നിൽ എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ലിയാഖത്ത് സാഹിബ് നല്ല ഒരു പ്രസംഗമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഇസ്ലാമിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ എക്സ് മുസ്ലിം എന്ന പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ പ്രസംഗിക്കാൻ സാധിച്ചു. മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോട് നഗരത്തിൻ്റെ ആസ്ഥാനമായ മാനാഞ്ചിറയുടെ നെറുകയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് 32 വർഷം മുമ്പ് ഷഹീദായ നമ്മുടെ ബഹുമാന്യനായ ചേകന്നൂർ മൗലവിയാണ് എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ആളുകൾക്ക് ഇതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് തന്നെ വലിയ സമ്മേളനം വിളിച്ച് നടത്താൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനോടെങ്കിലും നമുക്ക് കടപ്പാട് പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുക. ഇവിടെ നമ്മളോട് സംസാരിക്കാൻ സ്വതന്ത്ര ചിന്തകനായ ലിയാഖത്തുണ്ട്. അതുപോലെ നമ്മുടെ വേദികളിൽ സ്ഥിരമായി വരാറുള്ള ബഹുമാന്യനായ AP അഹമ്മദ് സാഹിബുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുത്തതായി സംസാരിക്കാൻ വിളിക്കുന്നത് സ്വതന്ത്ര ചിന്തകൻ എന്നെല്ലാവർക്കും അറിയാവുന്ന ഓൺലൈനിൽ വളരെ സജീവ സാന്നിധ്യമായിട്ടുള്ള ബഹുമാന്യനായ ലിയാഖത്ത് അവറുകളെയാണ് സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ചേകനൂർ മൗലവി എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടേണ്ടതെന്നും ചേകനൂർ മൗലവി മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും സജീവ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്നും ഞാൻ എൻ്റെ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും മുസ്തഫ മൗലവി വളരെ ശക്തമായ ഭാഷയിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സ്വന്തം ബോധ്യം അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ട ഒരു സത്യം തുറന്നു പറഞ്ഞു എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഓർമ്മയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അതൊരല്പം ഗൗരവമുള്ള പ്രശ്നമാണ്. ജനാധിപത്യ രാജ്യത്ത്, മതനിരപേക്ഷ രാജ്യത്ത്, അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള രാജ്യത്ത്, ഏറ്റവും സാക്ഷരരായ മനുഷ്യർ അധിവസിക്കുന്ന സംസ്ഥാനത്ത്, അല്ലേ, മലപ്പുറം പോലെ സൗമ്യതക്കും സഹജീവി സ്നേഹത്തിനും ഖ്യാതിപെട്ട ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ സ്വന്തം അഭിപ്രായവും ബോധ്യവും പറഞ്ഞതിൻ്റെ പേരിൽ ആവിയായിപ്പോയി എന്നാണ് നാട്ടിലിപ്പോൾ വിശ്വാസികൾ വിശ്വസിക്കുന്ന കഥ. ചേകനൂർ മൗലവി കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞാൽ തെളിവെവിടെ എന്ന് നമ്മളോട് ചോദിക്കും ഈ മഹാന്മാർ. എന്ന് പറഞ്ഞാൽ ചേകനൂർ മൗലവി കൊല്ലപ്പെട്ടു എന്നോ ചേകനൂർ മൗലവിയുടെ തിരോധാനം ഒരു കെട്ടുകഥയാണ്, മീൻസ് കൊല്ലപ്പെട്ടു എന്നത് സമ്മതിക്കാനോ ഇതൊരു കെട്ടുകഥയാണ് എന്ന് സ്ഥാപിക്കാനോ ഒക്കെ ഇവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സ്വതന്ത്ര ചിന്തകൻ എന്നതിനപ്പുറം എക്സ് മുസ്ലിം എന്ന ഒരു പൊളിറ്റിക്കൽ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ എൻ്റെ പ്രവർത്തനം നടത്തുന്നതും എൻ്റെ പ്രസംഗങ്ങളും സംസാരങ്ങളും എല്ലാം എക്സ് മുസ്ലിം എന്ന് തന്നെ അടയാളപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനമാണ്. പല ആളുകളും ചോദിക്കും, എക്സ് ബിരിയാണി എന്ന് ആരെങ്കിലും പറയാറുണ്ടോ, എക്സ് ദോശ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ എന്ന്. പരിഹാസത്തിൽ പൊതിഞ്ഞ ആ ശബ്ദത്തിന് മറുപടി എക്സ് മുസ്ലിം എന്ന് ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു കിടക്കുന്നവൻ പറയേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നതുകൊണ്ട് അത് അടയാളപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് എക്സ് മുസ്ലിം എന്ന പേര് നമ്മൾ പറയുന്നത്. അത് പ്രത്യേക ഒരു പട്ടമോ പദവിയോ ഇവിടെ ദാരിമി ബാക്കഫി എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമൊന്നുമല്ല. എക്സ് മുസ്ലിം എന്ന് പറയുന്നത് നമ്മൾ പൊളിറ്റിക്കലായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നതാണ്. ഞാൻ ഇസ്ലാമിക സമൂഹത്തിലായിരുന്നു, ഇസ്ലാമിക വിശ്വാസങ്ങളെ നിരാകരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇപ്പോൾ ചേകനൂർ മൗലവി അതുപോലെയുള്ള പുതിയ നവോത്ഥാന
അല്ലെങ്കിൽ നവീന ആശയങ്ങൾ പേറുന്ന ആളുകളുടെ ഏറ്റവും നവീനമായ ഇസ്ലാമിനെ പോലും തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രത്തെ പാടെ നിരാകരിച്ചുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവിക സങ്കല്പങ്ങളെയും പ്രവാചകനെയും ദൈവിക വേദഗ്രന്ഥങ്ങളെയും ഒക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന പ്രഖ്യാപനമാണ് എക്സ് മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അത് ഈ രാജ്യത്തെ ഒരു പൗരൻ്റെ അവകാശമാണ് എന്ന ബോധ്യം എനിക്ക് മാത്രമല്ല എന്നെ കേൾക്കുന്നവർക്കും ഉണ്ടാവണം എന്ന ദൃഢനിശ്ചയമാണ് അതിൻ്റെ പിന്നിൽ. സമയം പരിമിതമായിരിക്കാം, പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നോട് സംസാരിക്കാൻ പറഞ്ഞിരുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിരുന്നത് ഇസ്ലാമോഫോബിയ കാരണങ്ങളും പരിഹാരവും എന്ന രീതിയിലൊരു സെമിനാർ പോലെ ആവാമെന്നായിരുന്നു. അപ്പം പിന്നീട് അവസാന നിമിഷം അതിൽ മാറ്റം വന്നു. പക്ഷേ ഞാൻ ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചേകനൂറിൻ്റെ ഓർമ്മകളെ മുൻനിർത്തി പറയാം എന്നുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഞാനൊരു എക്സ് മുസ്ലിമായിട്ട് ഇസ്ലാം മതത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരാൾ ചേകനൂറിനെ പോലെ ഒരു ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക നവോത്ഥാന ചിന്ത കൊണ്ടു നടന്ന ഒരു വ്യക്തിയുടെ ഓർമ്മ ദിനത്തിൽ എന്താണ് എനിക്കിവിടെ കാര്യം എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ചില ആളുകൾക്ക് തോന്നിയേക്കാം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും പ്രശ്നമായിട്ട് ചേകനൂരിൻ്റെ ഓർമ്മ മാറേണ്ടതുണ്ട്. ചേകനൂർ എന്നൊരു മുസ്ലിമിനെ അല്ല ഞാൻ അനുസ്മരിക്കുന്നത്, അതിന് പകരം ചേകനൂർ എന്ന നിർഭയനായ ഒരു ചിന്തകനെയാണ്. ആ ഓർമ്മയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാത മതത്തെ നവീകരിക്കുക എന്നതായിരുന്നെങ്കിൽ എൻ്റെ പാത തികച്ചും വ്യത്യസ്തമായ മതത്തെ നിരാകരിക്കുക എന്നതാണ്. ഈ രണ്ട് വിഷയത്തിലും ചോദ്യം ചോദിക്കാനും സത്യം തേടാനുമുള്ള ഒരടിസ്ഥാന ചോദന ഒരുപോലെ പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ദൈക്ഷണിക സത്യസന്ധതയോടുള്ള ആദരവാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നുകൂടി പറയുന്നു. അപ്പം നമ്മൾ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇസ്ലാമോഫോബിയ കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ എനിക്കിങ്ങനെ പ്രസംഗിച്ച് ശീലമല്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഖുർആൻ വചനം എടുത്ത് പ്രസൻറ്റേഷൻ ചെയ്തുള്ള പരിചയമാണ്. അപ്പോൾ പ്രസൻറ്റേഷനും പ്രസംഗവും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവും. എനിവേ, ഇസ്ലാമോഫോബിയ കാരണങ്ങളും പരിഹാരവും എന്ന വിഷയത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ പതിവ് രീതികളിൽ നിന്ന് മാറ്റിയിട്ട് രണ്ട് തരത്തിലാണ് ഇസ്ലാമോഫോബിയ ചർച്ചയാകുന്നത്. പ്രധാനമായിട്ട് ഇസ്ലാമോഫോബിയ ചർച്ചയാക്കുന്നത് അല്ലെങ്കിൽ അത് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇസ്ലാമിക പക്ഷമാണ്. ഇസ്ലാമിക പക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളും അതുപോലെ തന്നെ ദഅവ ബിസിനസ്സുകാരും അങ്ങനത്തെ ആൾക്കാരാണ് സാധാരണഗതിയിൽ ഇത് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും രാഷ്ട്രീയമായിട്ട് ഇസ്ലാമോഫോബിയ എന്നൊരു പ്രതിഭാസം ഉണ്ട്. അതിനെ നമ്മൾ അക്നോളജ് ചെയ്യേണ്ടതും ഉണ്ട്. എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് തരത്തിലാണ്, രണ്ട് പ്രശ്നങ്ങളാണ് ഇസ്ലാമോഫോബിയ എന്ന വിഷയത്തിൽ ഞാൻ കാണുന്നത്. രണ്ട് പരിഹാരങ്ങൾ ഞാൻ നിർദ്ദേശിക്കാം. പക്ഷെ ഞാൻ ആദ്യം പറയുന്ന പ്രശ്നവും ആദ്യം പറയുന്ന പരിഹാരവും അല്ലെങ്കിൽ ഈ രണ്ട് പരിഹാരവും ഇസ്ലാമിനകത്തു നിന്ന് തന്നെ വരേണ്ടതാണ്. ഇസ്ലാമോഫോബിയക്ക് ഏക പരിഹാരം ഇസ്ലാമിനകത്തു നിന്ന് മാത്രം സാധ്യമാകുന്നതാണ് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് രണ്ട് വാദങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇസ്ലാമിനോടുള്ള ശത്രുത. കുറച്ചുകൂടി രസകരമായിട്ടുള്ളൊരു തമാശ ഇസ്ലാമിക വിശ്വാസികൾ പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചു പോയിട്ടുള്ളത്, ഇസ്ലാം ലോകത്ത് ശക്തമായിട്ടുള്ളൊരു പ്രസ്ഥാനമായി പടർന്ന് പന്തലിച്ച് തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ മദീനയിൽ മുഹമ്മദ് നബിയുടെ കാലം തൊട്ട് തന്നെ ഇസ്ലാമോഫോബിയ ഉണ്ടെന്നാണ്. അപ്പം മുതൽ ജൂതന്മാർ നുഴഞ്ഞു കയറി ഇസ്ലാമിനകത്ത് മുനാഫിക്കുകളായൊക്കെ നിന്ന് ഇസ്ലാമിനെ അതിനകത്ത് നിന്ന് തന്നെ പൊളിക്കാനുള്ള കലാപരിപാടികൾ അവർ പണ്ട് മുതലേ തുടങ്ങി. അതിൻ്റെ ഏറ്റവും കാലത്തെ വക്താക്കളായിട്ടാണ് എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കുന്ന ഒരു വാദം ഇസ്ലാമിനുണ്ട്, ഈ ഇസ്ലാമിസ്റ്റുകൾക്കുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു തമാശവാദമാണ്. കാരണം ഇസ്ലാമിനെ ആ പ്രത്യയശാസ്ത്രപരമായി തകർക്കാൻ അല്ലെങ്കിൽ നേരിടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും അകാരണമായിട്ടുള്ള പേടി പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് തമാശയാണ്. അതേസമയത്ത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം വിഭാഗത്തോടുള്ള ഒരു നവീന വംശീയത, വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു രാഷ്ട്രീയ ടൂളായിട്ട് ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലുണ്ട്, വിദേശത്തും എല്ലായിടത്തും ഉണ്ട്. അത് നമ്മൾ അതിനെ അങ്ങനെ തന്നെ കാണണം. അതങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. ഈ പുതിയ കാലത്തെ ഇസ്ലാമോഫോബിയയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് 9/11
ആ ഒരു ഭീകരാക്രമണത്തിന് ശേഷം മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ അതിനെ ഒരു പ്രത്യേക രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുകയും തീവ്രവാദം സമം ഇസ്ലാം അല്ലെങ്കിൽ ഭീകരവാദം സമം ഭീകരവാദി സമം മുസ്ലിം എന്ന ഒരു സമീകരണത്തിലേക്ക് കടക്കുകയും ആ അർത്ഥത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ആ രീതിയിൽ തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ പറയുകയാണ്. ഇതിൽ അതിനെ തുടർന്ന് ഇങ്ങോട്ട് ആഗോളതലത്തിൽ തന്നെ സിനിമകളിലായാലും സാഹിത്യത്തിലായാലും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളിലായാലും ഒക്കെ മുസ്ലിങ്ങൾ എന്ന ഒരു പ്രതിയോഗിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തീവ്ര വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ശക്തികൾ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഈവൻ ഇന്ത്യയിലും കേരളത്തിലും വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം പറയാം. നാർക്കോട്ടിക് ജിഹാദ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു ജിഹാദ് ഉണ്ടോ? ശരിക്കും ഉണ്ടോ? എനിക്കറിയില്ല. ഞാൻ ഇസ്ലാം വിമർശകനാണ്. ഞാൻ തീവ്ര ഇസ്ലാം വിമർശകനാണ്. തീവ്ര ഇസ്ലാം വിമർശകർ എന്നാണ് എന്നെ വിശ്വാസികൾ പറയുക. തീവ്ര മതവിരുദ്ധൻ എന്നാണ് പറയുക. ആയിക്കോട്ടെ, ഞാൻ വിചാരിക്കുന്നില്ല നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു ജിഹാദ് ഉള്ള കാര്യം. അതേപോലെ ലവ് ജിഹാദ്, ഹലാൽ ജിഹാദ്, ഈ വിഷയങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഒരു ജിഹാദ് എന്ന രൂപത്തിൽ ഇതിനെ പ്രയോഗിക്കുന്നത് വലതുപക്ഷക്കാരാണ്. മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് ഇതിനെ ഈ ജിഹാദ് എന്ന പേര് കൊടുത്ത് ഈ ജിഹാദ് എന്ന രീതിയിൽ ഇതിനെ ഉയർത്തിക്കാണിക്കുന്നത്. വിശ്വാസത്തിൽ സ്വർഗത്തിലെത്താൻ വേണ്ടി ജിഹാദ് നടത്തുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്നിത്യാദി കലാപരിപാടി ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് അറിയാത്തതായിരിക്കാം. എൻ്റെ അറിവിലില്ല, എൻ്റെ ബോധ്യത്തിലില്ല, എൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിലും അങ്ങനെ ഒരു കാര്യം ഇല്ല. എന്നാൽ ഇതിലേക്ക് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഉദ്ധരിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ആക്ഷേപിക്കാവുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും മുസ്ലിം സമൂഹം നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സിനിമകളിലായാലും സാഹിത്യങ്ങളിലായാലും ഒക്കെ മുസ്ലിമിനെ ഒരു ഭീകരവാദിയുടെ ഒരു ചിത്രം കൊടുത്ത് അങ്ങനെ സാമാന്യവൽക്കരിച്ച് എല്ലാ മുസ്ലിങ്ങളും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ്, ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ് എന്ന ഒരു നിലപാട് തറയൊരുക്കുന്ന പുതിയ കാലത്തെ വംശീയ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകളുടെ പൊളിറ്റിക്കൽ അജണ്ട ആയിട്ട് ഇസ്ലാമോഫോബിയ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ നമ്മൾ അക്നോളജ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങളും പരിഹാരങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ എന്നതുകൊണ്ട് ആമുഖമായിട്ട് ഞാനത് പറഞ്ഞു വെക്കുകയാണ്. എൻ്റെ ആ വിഷയത്തിലുള്ള നിലപാട് അതാണ്. ഇനി എന്താണ് ഇതിനുള്ള പ്രശ്നം? ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പം ഇന്ത്യയിൽ എന്തിനാണ് ഇസ്ലാമോഫോബിയ? ഇപ്പം NRC CAA സമരങ്ങളുടെ അതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ നിയമ ബില്ല് ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടാക്കിയെടുത്ത നരേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ്. ആ നരേഷൻ ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തീവ്ര മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തെ വോട്ടുകൾ ഏകീകരിക്കുക, ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടിക്കോളിയും എന്ന പൊളിറ്റിക്സ് ആയിരുന്നു CAA മുന്നോട്ട് വെച്ചത്. ആ വിവാദങ്ങളൊക്കെ എവിടെ പോയി? അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. സിനിമകൾ, ഇഷ്ടം പോലെ സിനിമകൾ. നമ്മളിവിടുന്ന് ലവ് ജിഹാദും ISISലേക്കുള്ള റിക്രൂട്ടും കണക്ട് ചെയ്തുകൊണ്ട് കേരള സ്റ്റോറി എന്നൊരു സിനിമ ഇറങ്ങി ഇല്ലേ? അതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണ്. അത്തരം സിനിമകൾ ഇതൊക്കെ ഇസ്ലാമോഫോബിയ എന്ന ഒരു പൊളിറ്റിക്കൽ ടൂളിന് വേണ്ടി രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ഞാൻ ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇതിനുള്ള പരിഹാരം എന്നത് മുസ്ലിം വിരോധം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത, മുസ്ലിം വെറുപ്പ് രാഷ്ട്രീയമായിട്ട് പ്രയോഗിക്കുന്ന അതിൻ്റെ ആളുകളെ അതിനെ ജനാധിപത്യ രീതിയിൽ തിരിച്ചറിയാനും ജനാധിപത്യ രീതിയിൽ അതിനെ പ്രതിരോധിക്കാനുള്ള പരിഹാരങ്ങൾ നമ്മൾ തേടുകയും ചെയ്യുക എന്നതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിനത് മാത്രമാണ് പരിഹാരം. എന്നാൽ ഞാൻ പറഞ്ഞു, ഈ ഇസ്ലാമോഫോബിയ ഉണ്ടാവുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ അവർക്ക് സഹായകമാകുന്ന എല്ലാ പണിയും ചെയ്തു കൊടുക്കുന്ന ആരാ? ഇപ്പം 9/11 നിന്നാണ് ഇസ്ലാമോഫോബിയ ആഗോള പ്രശ്നമായി ഉയർന്നതെങ്കിൽ 9/11 ആരാ പ്രവർത്തിച്ചത്? 9/11 എങ്ങനെയാണ് ഉണ്ടായത്? അത് പ്രധാനമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം
ആണിക്കല്ല അവസാനം ചെന്ന് ഇസ്ലാമിൽ തന്നെ നിൽക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതുകൂടി ഞാൻ പറയാം. അപ്പം ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രശ്നം, അതാണ് ഇപ്പം നമ്മൾ ഈ ദിവസം ഇവിടെ സംസാരിക്കേണ്ടത് എന്ന് തോന്നുന്നു. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ കവചമായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്, എങ്ങനെയാണ് അത് പ്രതിരോധ കവചമായിട്ട് ഉപയോഗിക്കുന്നത്? ഇപ്പം നമ്മൾ ഭീകര പ്രവർത്തനങ്ങളെ വിമർശിച്ചാൽ അത് ഇസ്ലാമോഫോബിയ ആയിട്ട് വരും. ഞാൻ ഈ അടുത്ത് കണ്ടത് ഒരു ഇടതുപക്ഷ ചിന്തകൻ ആണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ NDF പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയപ്പോൾ ആ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഭീകര പ്രസ്ഥാനത്തെ വിമർശിച്ചപ്പോൾ അത് മുസ്ലിം വിരുദ്ധ പ്രസ്താവനയായിട്ട് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിച്ചാൽ മുസ്ലിം വിരുദ്ധത പറയുന്നു, ഇസ്ലാമോഫോബിയ കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിലുണ്ട്. ഈ രണ്ട് പ്രശ്നത്തെയും രണ്ടായി കാണാതെ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാനോ അതിന് പരിഹാരം കണ്ടെത്താനോ സാധ്യമല്ല. അപ്പോൾ മതത്തിനെതിരെയുള്ള വിമർശനങ്ങൾ, ഇപ്പം ഞാനൊക്കെ ഇസ്ലാമോഫോബിക്കാണ്. ഇപ്പം ഇസ്ലാമോഫോബിയ ഉണ്ട്, മുസ്ലിം വിരുദ്ധ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന ഞാനും ഇസ്ലാമിസ്റ്റുകളുടെ കണ്ണിൽ എന്താണ്, ഇസ്ലാമോഫോബിയ പടർത്തുന്ന ആളാണ്, ഇസ്ലാമോഫോബിയ വളർത്തുന്ന ആളാണ്. ഏത് തരം വിമർശനങ്ങളെയും ഇസ്ലാമോഫോബിയ എന്ന ഒരു ഇണ്ടാസ് വെച്ച് മറച്ചു പിടിക്കാൻ ശ്രമിക്കുക എന്നതും ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ആശയപരമായ പിന്തുണയെക്കുറിച്ച് സംസാരിച്ചാലും നമ്മൾ എന്താവും, ഇസ്ലാമോഫോബിക്കാവും. പോപ്പുലർ ഫ്രണ്ട് വിമർശനം എന്ന് പറഞ്ഞാൽ അതും ഇസ്ലാമോഫോബിക്കാവും. ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ മതത്തിനകത്ത് എന്ത് തരം വിമർശനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഇസ്ലാമോഫോബിക്കാവും. ഷുക്കൂർ വക്കീലിൻ്റെ കല്യാണം ഇസ്ലാമോഫോബിയയിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന്, രണ്ടാമത്തെ കല്യാണം ഇസ്ലാമോഫോബിയയിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന് പറയുന്നവരുണ്ട്. അതും കഴിഞ്ഞു പോയാൽ മൗലവി ഇവിടെ സൂചിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏകീകൃത യൂണിഫോമിനെ കുറിച്ച്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ പാഠ്യപദ്ധതി പരിഷ്കരണം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, സൂംബ ഡാൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഏറ്റവും അവസാനം സ്കൂളിൻ്റെ സമയമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരുദ്ധത എന്ന പ്രതിരോധം തീർക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതും വളരെ കൃത്യമായിട്ട് നമ്മൾ തുറന്നു കാണിക്കേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ മതനിന്ദ, മുർത്തദിനെ കൊല്ലണം എന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോഴും പറയാം ഇതാകണ്ടോ ഇസ്ലാമോഫോബിക്കാണ്, മുസ്ലിം വിരുദ്ധത പറയുകയാണ് എന്നാണ് അവർ പറയുക. അപ്പോൾ ഫലപ്രദമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നവീനമായിട്ടുള്ള ഒരു മാർഗം എന്ന രീതിയിൽ ഇസ്ലാമോഫോബിയ എന്ന ഒരു കവചം തീർക്കുന്ന ഒരു പ്രതിഭാസവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് വിഭാഗത്തിലുള്ള, രണ്ട് തരത്തിലുള്ള ഇസ്ലാമോഫോബിയകളെ കുറിച്ച് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമോഫോബിയയെക്കുറിച്ച് സംസാരിക്കാം. ഇത് രണ്ടും കൃത്രിമമായിട്ടുണ്ടാക്കുന്നതും തെറ്റായതുമായിട്ടുള്ള ഇസ്ലാമോഫോബിയാണ്. ഇസ്ലാമോഫോബിയ എന്ന വാദം തന്നെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ശരിക്കും നമ്മളിപ്പോൾ ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഭയമുള്ള ഫോബിയയാണോ അത് ഫിയർ ആണോ എന്ന് നമുക്ക് ഈ ചർച്ച കഴിയുമ്പോൾ തീരുമാനിക്കാം. ചില പ്രശ്നങ്ങളുണ്ട്. പൊതുജനത്തിൻ്റെ, ഇസ്ലാമിന് പുറത്തുള്ള മനുഷ്യർക്ക് ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ച് പൊതുവിലും ഭയം ജനിപ്പിക്കുമാറുള്ള ചില പ്രശ്നങ്ങൾ ലോകത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ISISൻ്റെ പ്രവർത്തനം, താലിബാൻ, ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന പുതിയ അട്ടിമറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഭീകരത ഒരു മതത്തിൻ്റെ രാഷ്ട്രീയ ആയുധമായിട്ട് പ്രയോഗിക്കുന്നത് കാണുമ്പോൾ അതിനുവേണ്ടി മതഗ്രന്ഥങ്ങളെയും മതത്തിൻ്റെ അധ്യാപനങ്ങളെയും മതനിയമങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക സംഘങ്ങൾ, അത് തീവ്രവാദി എന്ന് മുദ്രകുത്തിയ പ്രസ്ഥാനമാണെങ്കിലും തീവ്രവാദി എന്ന മുദ്രയില്ലാത്ത ഇസ്ലാമിക പൊളിറ്റിക്കൽ പാർട്ടികളാണെങ്കിലും ഇവർ നടത്തുന്ന ഈ പ്രശ്നങ്ങളെ കാണുന്ന, പുറത്തുനിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഇസ്ലാമിനെക്കുറിച്ചും അതുവഴി മുസ്ലിമിനെക്കുറിച്ചും ഒരു ഭയം ജനിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിന് ഒരു കാരണവശാലും നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് മുദ്രകുത്താൻ കഴിയില്ല. അത് ഇസ്ലാമോഫോബിയ അല്ല, അത് ഭയമാണ്. ആ ഭയം
ഒരാൾക്ക് ഭയം തോന്നുമ്പോൾ അയാളുടെ ഭയത്തെ നിരാകരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അയാൾക്ക് ഭയം തോന്നുന്നു, ആ ഭയം അയാൾക്ക് ശരിക്കുള്ള ഭയമാണ്. ആ ഭയമില്ല, അത് വെറുതെ പറയുന്നതാണ്, അത് ഫോബിയാണ് എന്ന് പറയുന്നത് സത്യത്തിന് നേരെ കണ്ണടക്കലാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകര പ്രവർത്തനം കാണുമ്പോൾ ഇസ്ലാമിനെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ പോലും സംസാരിക്കാത്ത ഒരാളുടെ കൈ പോകുമ്പോൾ അതിൽ മതനിയമങ്ങളും ഒരു ഖുർആൻ വചനവും നേരിട്ട് തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ ഈ ഖുർആനെക്കുറിച്ചും ഈ ഇസ്ലാമിനെക്കുറിച്ചും ഈ മുസ്ലിങ്ങളെക്കുറിച്ചും മറ്റു മതസ്ഥർക്ക് അല്ലെങ്കിൽ മതമില്ലാത്തവർക്ക് ഒരു ഭയം തോന്നിയാൽ, ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടി, ചേകനൂർ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാം വിമർശനത്തിന് ഇറങ്ങുന്ന എനിക്ക് ഭയം ഉണ്ടാവുന്നുവെങ്കിൽ അത് ഇസ്ലാമോഫോബിയാണോ? അല്ലല്ലോ, അത് ജെനുവിനായിട്ടുള്ളൊരു പേടിയാണ്. ആ പേടി വിതക്കലാണ് വാസ്തവത്തിൽ ചേകനൂരിനെ പോലെയുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ അവർ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരാകെ ചെയ്യുന്നത് എന്താ? ഇതൊന്നും ഇസ്ലാമല്ല, ഇതൊന്നും ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയും. എന്നിട്ട് ഈ സംഘടന ആൾക്കാർ അടുത്ത ഇലക്ഷനിൽ നിന്ന് ജയിക്കും ചെയ്യും, ഇല്ലേ? തൊടുപുഴയിൽ പോപ്പുലർ ഫ്രണ്ടുകാർ അവർ ചെയ്ത പ്രവൃത്തിയെ മുസ്ലിം സമൂഹത്തിനകത്ത് ന്യായീകരിച്ചത് അവിടെ പിന്നീട് നടന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് കാണിച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇതിങ്ങനെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇതുകൊണ്ടൊന്നും ഇസ്ലാമോഫോബിയ എന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രശ്നം ലോകത്തുണ്ട് എന്നത് യഥാർത്ഥത്തിൽ നിങ്ങളതിനൊരു ഒരു പരിഹാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തരം ഇൻഡാസുകളൊക്കെ മാറ്റിവെച്ചിട്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഫോബിയ അല്ലെങ്കിൽ ഭയം, ഫോബിയ മാറ്റിവെക്കാൻ എന്തുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് ആളുകൾക്ക് ഭയമുണ്ടാകുന്നു എന്ന ശരിയായ വിശകലനത്തിലേക്ക് എത്തുകയും അതിനുള്ള പരിഹാരം നേടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇല്ലാതായി പോകുന്ന ഒരു സാധനമാണ് ഇസ്ലാമോഫോബിയ. അപ്പം ഇസ്ലാമോഫോബിയ ഉണ്ടാവില്ല, ഇസ്ലാമോഫോബിയ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാനും ആളുകൾക്ക് സാധിക്കില്ല. ഇനി ഞാൻ അധികം ആരും ഇസ്ലാമോഫോബിയയുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള ഭയത്തിൻ്റെ കാരണമായി പറയാത്തൊരു പ്രശ്നം പറയാം. അത് ദഅവത്ത് എന്ന് പറയുന്ന ആഭാസമാണ്. ഞാൻ നിരവധി രക്ഷിതാക്കളുമായിട്ട് ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നിരവധി രക്ഷിതാക്കൾ എന്നോട് പങ്കുവച്ച ആശങ്കയാണ്. കേരളത്തിനകത്തും പുറത്തും ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തോട് ചേർന്ന് ജീവിക്കുന്ന പല രക്ഷിതാക്കളും അവരുടെ മുസ്ലിം സഹപാഠികളിൽ ഭയമുള്ളവരാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്നവർ, മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിങ്ങിനും പോയി പഠിക്കുന്ന കുട്ടികൾ, അവർ മുസ്ലിം കുട്ടികളുടെ കൂടെ താമസിക്കുന്നതും മുസ്ലിം കോളേജുകൾ ഭൂരിപക്ഷമുള്ളിടത്ത് പഠിക്കുന്നതും അവർക്ക് ഭയമാണ്. ഇതിനെ നിങ്ങൾക്ക് ഫോബിയ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊരു ജെനുവിൻ ഭയമാണ്. ആ ഭയത്തിൻ്റെ കാരണം നമ്മുടെ നാട്ടിലുള്ള ദഅവ ആഭാസമാണ്. ദഅവത്ത് എന്ന പേരിൽ സഹപാഠികളെക്കുറിച്ച് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കൂടെ താമസിക്കുന്നവരെയൊക്കെ ഇസ്ലാമിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെറിയ കുട്ടികൾക്ക് വരെ പരിശീലനം കൊടുത്ത് കോളേജുകളിലേക്കും ക്യാമ്പസുകളിലേക്കും അതുപോലെ ഹോസ്റ്റലുകളിലേക്കും നിയോഗിക്കുന്ന ആഭാസമാണ് കേരളത്തിൽ മുസ്ലിം വിരുദ്ധ മനോഭാവം ശരാശരി, അതായത് മുസ്ലിങ്ങളോട് കാര്യമായ രാഷ്ട്രീയ വെറുപ്പൊന്നും ഇല്ലാത്ത ആളുകളിൽ പോലും മുസ്ലിങ്ങളോട് ഭയം ജനിക്കുന്നുണ്ടെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ദഅവത്തിനെ ചൊല്ലിയുള്ള ഭയമാണ്. നിരവധി രക്ഷിതാക്കളുമായിട്ട് ഞാൻ പറയുന്ന ഒരു 20-ലധികം രക്ഷിതാക്കൾ ഇതേ സമാനമായിട്ടുള്ള ആശങ്കകൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ചില ആളുകളുടെ മക്കൾ അവരുടെ വീടകങ്ങളിൽ നിസ്കാരം തുടങ്ങി രക്ഷിതാക്കളിൽ നിന്ന് അകലം പാലിക്കുന്നു എന്ന് വരുമ്പോൾ നോക്കൂ, നിങ്ങൾ രാവിലെ നിങ്ങളെ കുട്ടികളെ സ്കൂളിലും കോളേജിലും വിട്ടിട്ട് കുറച്ച് ദിവസം കോളേജിൽ പോകുന്ന കുട്ടിയിൽ അവരുടെ ആശയപരം ആ കുട്ടി തിരഞ്ഞെടുക്കുന്നൊന്നുമല്ല. ഈ കുട്ടിയെ ഇങ്ങനെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ പലതും പറഞ്ഞ് പ്രേരിപ്പിച്ചോ പേടിപ്പിച്ചോ ഈ ഇസ്ലാമികമായ ഒരു ദഅവത്തിലേക്ക് അവരെ ആകർഷിച്ച് അവരെ മുസ്ലിമാക്കാൻ വേണ്ടി കോളേജുകളിലേക്ക് കുട്ടികളെ പരിശീലനം കൊടുക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങളായിട്ട് ഇവിടുത്തെ മതസംഘടനകൾ മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലതുപക്ഷ ഇസ്ലാമോഫോബിക്കുകൾക്ക് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം വളർത്താൻ ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ തിരിച്ചറിവ്. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇനി എന്താണ് ഇതിനൊക്കെയുള്ള പരിഹാരം? യഥാർത്ഥത്തിലുള്ള പരിഹാരം നിങ്ങൾക്കറിയാം, ദഅവ വർക്ക്ഷോപ്പുകൾ എന്ന് പറഞ്ഞിട്ട് കലാപരിപാടി നടക്കുന്നുണ്ട്. അത് കൂടുതൽ നടത്തുന്നത് സലഫികളാണ്, വഹാബികളാണ്. എൻ്റെ ദഅവ വർക്ക്ഷോപ്പ് പല കാറ്റഗറി ആയിട്ടുള്ള കുട്ടികളെ അവർ സംഘടിപ്പിച്ചിട്ട്
അവിടെ ഇപ്പം ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹൈസ്കൂളിൽ വരുന്ന കുട്ടികളുടെ മനോനില അനുസരിച്ച് ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനുള്ള സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, കോളേജ് ക്യാമ്പസിൽ പോകുന്ന കുട്ടികൾക്ക് അവിടെ ദഅവത്ത് നടത്താൻ വേണ്ടി കുട്ടികളെ പരിശീലിപ്പിച്ചു വിടുന്ന കേന്ദ്രങ്ങൾ, ദഅവത്തിന് വേണ്ടി പുറത്തിറങ്ങി പണിയെടുക്കുന്നതിന് വേണ്ടി ആളുകളെ പരിശീലിപ്പിക്കുന്ന ദഅവ കോളേജുകൾ, ഇത് ഒരു കാലത്ത് വഹാബികളുടെ കുത്തകയായിരുന്നെങ്കിൽ ഇന്ന് ദഅവ കോളേജ് സുന്നികളും തുടങ്ങിയിട്ടുണ്ട്. എപികൾക്കും ഈക്കകൾക്കും ദഅവ കോളേജുകളുണ്ട്. മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു എങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണക്കാർ ഈ ദഅവ കോളേജുകാരായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് ഭയം തോന്നുന്നവരെയോ ഫോബിയ എന്ന രാഷ്ട്രീയ ടൂൾ ഉപയോഗിക്കുന്നവരെയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഇസ്ലാമിന് തടി സലാമത്താക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഇതിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം? പ്രശ്നം മാത്രം പറഞ്ഞാൽ പോരല്ലോ, യഥാർത്ഥ പരിഹാരം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ രാഷ്ട്രീയ ഇസ്ലാമോഫോബിയക്കുള്ള പരിഹാരം രാഷ്ട്രീയമായിട്ടുള്ള നമ്മൾ വിവേചനത്തോടു കൂടി പെരുമാറുക, ആ ഫോബിയകളെയും ഭയത്തെയും പ്രശ്നങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനും വോട്ട് ബാങ്കുകൾ ധ്രുവീകരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രൊപ്പഗാൻഡകളെ, അജണ്ടകളെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാവുക. നമ്മൾക്കൊരു വിശ്വാസം ഉള്ളതിൻ്റെയോ ഇല്ലാത്തതിൻ്റെയോ പേരിൽ ഒരു മനുഷ്യനോടോ ഒരു സമൂഹത്തോടോ ഒരു വിഭാഗത്തോടോ വെറുപ്പ് നമ്മുടെ മനസ്സിലില്ലാതിരിക്കുക, നമ്മുടെ നിലപാടുകൾ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിലാവാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമോഫോബിയക്കുള്ള പരിഹാരമായി. പക്ഷെ ഞാൻ അവസാനം പറഞ്ഞ ഈ ഫോബിയയ്ക്കും ഈ ഫിയറിനുമുള്ള പരിഹാരം അതുകൊണ്ട് തീരുന്നതല്ല. അതിൻ്റെ പരിഹാരം, അതാണ് ഞാൻ പറഞ്ഞത്, പ്രശ്നത്തിൻ്റെ ഉറവിടം ഇസ്ലാമാണ്, പ്രശ്നത്തിൻ്റെ പരിഹാരവും ഇസ്ലാമിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. എന്താണ് യഥാർത്ഥ പരിഹാരം? അതുകൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, എൻ്റെ പരിഹാരം വരെ ഇത്, നിങ്ങൾ ഒരു ഇസ്ലാമിക വിഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ്, നിങ്ങൾ ഇസ്ലാമിനെ ഒരു നേർത്ത ഇസ്ലാമായിട്ടോ അല്ലെങ്കിൽ ഒരു മാനവിക ഇസ്ലാമായിട്ടോ വ്യാഖ്യാനിക്കുന്ന ആളുകളായിരിക്കാം. ഞാൻ എൻ്റെ പരിഹാരം പറയാം. എല്ലാ മതങ്ങളും അവരുടെ മതഗ്രന്ഥങ്ങളും എല്ലാം കാലഹരണപ്പെട്ട ഒരു രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു എന്ന് മനസ്സിലാക്കുക. എല്ലാ മതങ്ങളും, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, എല്ലാ വേദങ്ങളും മനുഷ്യനിർമ്മിതമാണ് എന്നും എല്ലാ പ്രവാചകന്മാരും സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാരാണെന്നും എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യനിർമ്മിതമാണ് എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് എൻ്റെ പരിഹാരം. മതമുക്തമായ ഒരു ചിന്തയിൽ മനുഷ്യരാണ് എന്ന നമ്മളെ ചിന്ത വളർത്തുകയും മാനവികത നമ്മുടെ മതമായി സ്വീകരിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഈ തരം പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം. എൻ്റെ പരിഹാരം അതാണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വീകാര്യമായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അള്ളാഹു എന്ന ദൈവത്തിലും മുഹമ്മദ് എന്ന പ്രവാചകനിലും ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിലും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമോഫോബിയ പരിഹരിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതിനെന്താ പരിഹാരം? ആ പരിഹാരം എന്ന് പറയുന്നത് ചേകനൂർ മൗലവി ഉയർത്തിയ ഒരാശയധാര മാത്രമാണ്. മതത്തെ കാലികമായി, മാനുഷികമായി, നിങ്ങൾക്ക് ഭയം കൊണ്ടോ മരണഭയം കൊണ്ടോ നരകഭയം കൊണ്ടോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന എല്ലാ കാലത്തേക്കുമുള്ള എന്തായാലും പറയാം ആത്യന്തിക നീതി നടപ്പിലാക്കുന്ന ഒരു മഹാമഹിഷറയോ സ്വപ്നം കണ്ട് അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നൊരവസ്ഥയുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഏക മാർഗം ചേകനൂർ മൗലവി വെട്ടിത്തന്ന വഴിയിൽ നിങ്ങളുടേതായ വഴികൾ വെട്ടുക എന്നത് മാത്രമാണ്. അവിടെ ചേകനൂർ മൗലവി ഒരിക്കലും, ഇപ്പം നമ്മൾ ചേകനൂർ മൗലവി അനുസ്മരിക്കുന്ന സദസ്സിൽ ഇസ്ലാമോഫോബിയ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ എത്ര തമാശയായിട്ട് നോക്കണം എന്ന് ആലോചിക്കുക. കാരണം ഇസ്ലാമിനാൽ കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഓർമ്മ ദിനത്തിൽ മുസ്ലിങ്ങൾ നേരിടുന്ന ഇസ്ലാമോഫോബിയ ചർച്ച ചെയ്യേണ്ടി വരിക. മുസ്ലിങ്ങളാൽ ഇല്ലാതാക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഓർമ്മ ദിനത്തിൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഇസ്ലാമോഫോബിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. എന്നിരിക്കലും അദ്ദേഹം സ്വീകരിച്ച ഒരു രീതിശാസ്ത്രം എന്താണ്? മാനവിക വിരുദ്ധമായ ഖുർആനിക നിയമങ്ങളെയും വ്യാഖ്യാനങ്ങളെയും അതിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങളെയും സമ്പൂർണ്ണമായിട്ട് നിരാകരിച്ചു. ഒരിക്കലും നിരാകരിക്കാൻ കഴിയാത്തത് ആയതുകൊണ്ട് ഖുർആനെ മുറുകെ പിടിക്കുകയും എന്നാൽ ആ ഖുർആനിലെ നേരർത്ഥങ്ങൾക്ക് വിപരീതമായി മാനുഷികമായ, ആധുനികമായ, നവീനമായ വ്യാഖ്യാനങ്ങൾ ഖുർആൻ വചനങ്ങൾക്ക് ചമച്ചു. നിങ്ങൾക്ക് ഖുർആൻ ഒഴിവാക്കാൻ പറ്റില്ലേ? ഖുർആന്
നവീകരിക്കുക, അതിൻ്റെ ആശയങ്ങളെ നവീകരിക്കുക, അതിൽ നിന്നുണ്ടാക്കിയെടുത്ത നിയമങ്ങളെ തോട്ടിൽ കളയുക, ഇന്നത്തെ കാലത്തിന് യോജിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുക. കാരണം ഖുർആനിനെ കയ്യിൽ പിടിച്ച് ഖുർആനികമായി പ്രബോധനം നടത്തുന്നു എന്ന പേരിൽ പ്രസംഗിച്ച് നടന്ന ഒരാളെയാണ് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ, വർഗീയവാദികൾ ഇല്ലാതാക്കിയത്. മൗലവിയെ കൊലപ്പെടുത്തിയത് അമുസ്ലിങ്ങളല്ലല്ലോ, ഇസ്ലാമോഫോബിയ കയറിയ ഒരു മുസ്ലിം വിരുദ്ധനല്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രമാണ് അതിലുള്ള പരിഹാരം എന്ന് പറയുന്നു. പിന്നെ മൗലവി പറഞ്ഞൊരു കാര്യം, ഞാനത് പറയാൻ വെച്ച കാര്യം പറഞ്ഞിട്ട് തന്നെ പോകാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചേകനൂറിൻ്റെ ഗതി വരും എന്ന്. അപ്പം ചേകനൂറിൻ്റെ ഗതി എന്താ ഈ ഭീഷണിയുടെ അർത്ഥം? ഇസ്ലാമിനെ കുറിച്ചും ഉണ്ടാകാൻ നിൽക്കണ്ട അല്ലേ? ഞങ്ങൾ മദ്രസയിൽ പഠിപ്പിച്ചതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഉസ്താദ് പറഞ്ഞതനുസരിച്ചോ ഇത് വലിയ വർത്താനൊന്നും പറയണ്ട, ഇതല്ലേ എൻ്റെ അർത്ഥം? ആ ഭീഷണിയാണ് ഇവർ ഇതുവഴി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇത് ഇസ്ലാമിനെ കുറിച്ച് ലോകത്തിന് സാമാന്യ ബോധമുള്ളവന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഞങ്ങളെ മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിമർശിക്കാനൊന്നും പറ്റുന്ന സാധനമൊന്നും അല്ല എന്നല്ലേ? ഞങ്ങൾ ചർച്ചയ്ക്കൊന്നും തയ്യാറല്ല, ഞങ്ങൾ സംവാദത്തിനൊന്നും വരില്ല, ഞങ്ങൾ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ ഇരുന്നുള്ള കസർത്തേ ഉള്ളൂ എന്നല്ലേ? അല്ലേ? ഞങ്ങൾ പള്ളി മിമ്പറിൽ നിന്ന് ഇറങ്ങൂല, ഞങ്ങൾ സംവാദത്തിന് വരൂല, പക്ഷെ ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. അതല്ലേ ഇവരുടെ നിലപാട്? അതല്ലേ ഇസ്ലാമിനെ കുറിച്ച് ആധുനിക കാലത്തിൻ്റെ ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള ഒരു ആശയ സമ്പാദന മാർഗം എന്ന രീതിയിൽ സംവാദങ്ങൾ ഇവർ ഭയപ്പെടുന്നു, ചോദ്യങ്ങളെ ഭയപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ഇതിനൊന്നും വഴിപ്പെടാതെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ കാണാണ്ടായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടതും വലതും ഛേദിക്കപ്പെട്ടേക്കാം എന്ന ഖുർആൻ വചനം ഒളിഞ്ഞും തെളിഞ്ഞും ഓതിത്തരും നമുക്ക് ഇല്ലേ? അതാണ് ചേകനൂരിൻ്റെ ഗതി വരും എന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ചേകനൂരിൻ്റെ ഘാതകരും ആ ഘാതകരം അവരുടെ മനോഭാവത്തെ പിന്തുണക്കുന്നവരുമാണ് ഇസ്ലാമോഫോബിയയുടെ പ്രചാരകർ എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ ബാഹ്യശത്രുക്കൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഇനി ഇതിന് പരിഹാരം 2 രീതിയിലാണ് ഞാൻ പറഞ്ഞു. എൻ്റെ പരിഹാരം ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വീകാര്യമായിരിക്കില്ല. രാഷ്ട്രീയ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ നരേഷനെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കുക, തീവ്രവാദത്തെയും അസഹിഷ്ണുതയെയും ആശയപരമായി തോൽപ്പിക്കുക, ആത്മവിമർശനത്തെ, സ്വയം വിമർശനത്തെ പ്രോത്സാഹിപ്പിക്കുക, മാനവികതയിലൂന്നിയ ജനാധിപത്യപരമായി മതത്തെ കാലികമായി വ്യാഖ്യാനിച്ച് സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകൾ പരിഷ്കരിക്കുക, അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും നിർഭയമായി ജീവിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം കൊടുക്കേണ്ട ബാധ്യത ഇസ്ലാം ലോകത്ത് സമാധാനമുണ്ടാക്കുന്ന പ്രത്യയശാസ്ത്രമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന ചുമലിൽ മാത്രമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പം നിങ്ങൾ ഇസ്ലാമിൻ്റെ അവസ്ഥ അനുസരിച്ച് അവരിങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും നമ്മളിങ്ങനെ ഭയന്നുകൊണ്ടേയിരിക്കുകയും ഭയപ്പെടുന്ന മനുഷ്യരെ നോക്കിതാ ഇസ്ലാമോഫോബിക്കാണ് എന്ന് ആക്രോശിക്കുകയും അതുപോലെ ഇസ്ലാമോഫോബിയ എന്ന് വിലപിച്ചതുകൊണ്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ അവസാനമായിട്ട് ഒരു എക്സ് മുസ്ലിം എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതാശയ സംഹിതയും ഏത് മതവും ഏത് പ്രത്യയശാസ്ത്രവും നിശിതമായ വിമർശനങ്ങൾക്ക് നിരന്തരം വിധേയമാകുന്നിടത്ത് മാത്രമാണ് ജനാധിപത്യം പുലരുകയുള്ളൂ, അല്ലെങ്കിൽ അത് നിലനിൽക്കുകയുള്ളൂ എന്നാണ്. ചേകനൂർ ഉയർത്തിപ്പിടിച്ചത് ആ നിർഭയത്വത്തിൻ്റെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ദൃഢനിശ്ചയമായിരുന്നു എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയണം. ആ സംവാദത്തിൻ്റെ രാഷ്ട്രീയം സംഘടിതമായ മതപൗരോഹിത്യത്തിന് നേരെ ഒറ്റയാനായി തിരിഞ്ഞു നിന്ന് ഖുർആൻ ഉയർത്തിപ്പിടിച്ച് വെല്ലുവിളി നടത്തിയ ചേകനൂരിൻ്റെ ആ ഒരു സംവാദത്തിൻ്റെ ഒരു ആത്മവിശ്വാസം, അത് ഉയർത്തിക്കൊണ്ടുവരാൻ മുസ്ലിം സമൂഹത്തിനകത്തും പുറത്തുമുള്ളവർ തയ്യാറാവണം. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഒരിക്കലും എനിക്ക് ചേകനൂരിൻ്റെ ഗതി ഉണ്ടാവും എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ഒരു ഭയമായിട്ടല്ല ഞങ്ങളിലൊന്നും പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഒരു ഭീഷണിയായിട്ടല്ല, ചിന്തയുടെയും ധൈര്യത്തിൻ്റെയും പ്രകാശമായി വരും തലമുറകൾക്ക് മുന്നിൽ എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ലിയാഖത്ത് സാഹിബ് നല്ല ഒരു പ്രസംഗമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഇസ്ലാമിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ
എക്സ് മുസ്ലിം എന്ന പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ പ്രസംഗിക്കാൻ സാധിച്ചു. മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോട് നഗരത്തിൻ്റെ ആസ്ഥാനമായ മാനാഞ്ചിറയുടെ നെറുകയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് 32 വർഷം മുമ്പ് ഷഹീദായ നമ്മുടെ ബഹുമാന്യനായ ചേകന്നൂർ മൗലവിയാണ് എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ആളുകൾക്ക് ഇതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് തന്നെ വലിയ സമ്മേളനം വിളിച്ച് നടത്താൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനോടെങ്കിലും നമുക്ക് കടപ്പാട് പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുക.